നമുക്ക് ചില സമയത്ത് നമുക്ക് ഒരുപാട് വേണ്ടപ്പെട്ടവരെ നന്നായിട്ട് മിസ് ചെയ്യും. ഞാൻ അടുത്തതായിട്ട് ഒരാൾക്ക് നിങ്ങളുടെ അടുത്ത് എന്തോ പറയാനുണ്ട്. നിങ്ങൾക്ക് എല്ലാവർക്കും ഭയങ്കര ഇഷ്ടമുള്ള ആളാണ്, അത് മാത്രമല്ല മലയാളക്കരയാകെ ഇഷ്ടമുള്ള ഒരാളാണ്. അപ്പൊ ആർക്കാണ് നിങ്ങളോട് എന്താണ് പറയാനുള്ളത്? നമുക്കൊന്ന് കാണാം. ഓക്കെ. അതെ, എല്ലാരും ഒന്ന് നിന്നേ. പാട്ടൊക്കെ ഗംഭീരായി. ഓണക്കാലത്ത് നിങ്ങൾ എല്ലാവരും കൂടി തന്നെയല്ലേ എന്നെ മാവേലിയാക്കിയത് അല്ലേ? ആ കാസറ്റുകാര് 2 കൂട്ടരും ഇവിടെ ഉണ്ടല്ലോ. നിങ്ങൾ 2 കൂട്ടർക്കും ഓണത്തിന് മാവേലി ഞാനായിരുന്നല്ലോ. ദേ, കള്ളവും ചതിയുമില്ലാത്ത നിഷ്കളങ്കനായ ഒരാളുടെ മുഖമെന്ന് പറഞ്ഞാൽ അതാരാ? ഞാൻ തന്നെയല്ലേ. അപ്പൊ ഓണായാൽ മാവേലി വേണമെന്ന് പറയുന്ന പോലെ ഞാനും ഇവിടെ വേണ്ടേ? ഞാനില്ലാത്ത സ്ഥിതിക്ക് പകരം ഒരാളെ ഞാൻ പറഞ്ഞു വിടാം. മോനെ ഇന്നു, നീ ധൈര്യമായിട്ട് കേറിപ്പോരടാ. നമ്മുടെ പിള്ളേരായെല്ലാം. ഹലോ, നമസ്കാരം. വെൽക്കം. അപ്പം ഇന്നുനെ നമ്മൾക്ക് ആർക്കും പരിചയപ്പെടുത്തി തരേണ്ട ആവശ്യമില്ല. ഇന്നസെന്റ് സാറിന്റെ കൊച്ചുമകനാണ്, അതും പേര് ഇന്നസെന്റ് എന്ന് ആണ് അല്ലേ? അപ്പം ഇന്നു ഇപ്പം സിനിമയിലേക്കൊക്കെ കയറി. അപ്പം എന്താണ് ഈ ഒരു ഇത്രയും, അതായത് അപ്പാപ്പന്റെ കൂടെ വർക്ക് ചെയ്ത ആൾക്കാരുണ്ട് ഇവിടെ, എന്താണ് പറയാനുള്ളത്? ഒരുപാട് സന്തോഷമുണ്ട് ഇങ്ങനെ ഒരു വേദിയിൽ ഇങ്ങനെ വരാൻ സാധിച്ചാല്. പിന്നെ ഇവിടെ ഇരിക്കുന്ന എല്ലാവരും എൻ്റെ അപ്പാപ്പന്റെ കൂട്ടുകാരാണ്. അതുകൊണ്ട് എനിക്ക് ഇവിടെ ഒരു പേടിയും പേടിക്കേണ്ട ആവശ്യമില്ല. പിന്നെ നിങ്ങളെയൊക്കെ കാണാൻ സാധിച്ചതിൽ വലിയ സന്തോഷം. ഞങ്ങളുണ്ട് മോന് കൂട്ടായിട്ട്, ഞങ്ങളുണ്ട്. പേടിക്കണ്ട മോനെ. കലകി. ആക്ച്വലി ഇന്നസെന്റ് എന്നുള്ള പേര് ആരട്ടെ? അപ്പാപ്പൻ തന്നെയാണ്. ആണ്. അപ്പൊ ഒരു വീട്ടില് 2 ഇന്നസെന്റ്. എന്നെ വീട്ടിൽ ഇന്നുന്നാ വിളിക്കുക. ഓക്കെ. അപ്പൊ അപ്പാപ്പന് സ്നേഹത്തോടെ ഇന്നു എന്നാണ് വിളിച്ചുകൊണ്ടിരുന്നത്. വേറൊരു കാര്യം ഇന്നു ഞാൻ കേട്ടു, നിങ്ങളുടെ കുടുംബത്തില് 10ാം ക്ലാസ് പാസ്സായിട്ടുള്ള ഒരേ ഒരാള് ഇന്നു ആണെന്ന് ഞാൻ അറിഞ്ഞു. സത്യമാണോ? അത് ശരിയാണ്. ആണ്. ഇപ്പൊ എന്താ ചെയ്യുന്നത്? ഞാനിപ്പോ 3rd ഇയർ ക്രൈസ്റ്റ് കോളേജില് BA ഇംഗ്ലീഷ് ലിറ്ററേച്ചർ വിദ്യാർത്ഥിയാണ്. ആണ്. അത് മാത്രല്ല എന്തോ സിനിമ കഥ കൂടെ ഞങ്ങൾ കേട്ടിട്ടുണ്ട്. അതെന്താണ്? എനിക്കൊരു സിനിമയിൽ അഭിനയിക്കുന്നുള്ളത് വളരെ ആഗ്രഹമുള്ള ഒരു കാര്യമാണ്. അപ്പൊ എനിക്ക് അതിനൊരു അവസരം ലഭിച്ചിരിക്കുകയാണ്. എന്റെ കൂടെ ടിനി ടോമംഗിൾ അഭിനയിക്കുന്നുണ്ട്. ടിനി ടോമംഗിളുടെ മകൻ ആദം എന്റെ കൂടെ അഭിനയിക്കുന്നുണ്ട്. അതുപോലെ തന്നെ ബാദുഷാങ്ങളുടെ മകൻ സഹീർ ബാദുഷയും എന്റെ ഒപ്പം അഭിനയിക്കുന്നുണ്ട്. ഒരു +2 വിദ്യാർത്ഥി ആയിട്ടാണ് ഞാൻ അതിൽ അഭിനയിക്കുന്നത്. അപ്പൊ നിങ്ങളുടെ എല്ലാവരുടെയും അനുഗ്രഹവും പ്രാർത്ഥനയും എന്റെ ഒപ്പം തീർച്ചയായിട്ടും. അത് ഇന്നുന്റെ വേറൊരു സംഭവം ഉണ്ട്. അതായത് ക്രൈസ്റ്റ് കോളേജിൽ അഡ്മിഷൻ വന്നപ്പോ ഇവരുടെ അതായത് സോണറ്റിനും അതുപോലെ തന്നെ ഇന്നസെന്റ് ഏട്ടനും ഇരിങ്ങാലക്കുടയിലുള്ള ക്രൈസ്റ്റ് കോളേജിൽ പഠിക്കാനുള്ള ഭാഗ്യം കിട്ടിയിട്ടുണ്ട്. അപ്പൊ ഇന്നുവിനാണ് ആ ഭാഗ്യം കിട്ടിയത്. അപ്പൊ അവിടുത്തെ അച്ഛൻ ഒറ്റ ചോദ്യം ചോദിച്ചുള്ളൂ, നീ ഇവിടെ പഠിച്ചു പൂർത്തിയാക്കുവോ? ഇവന്റെ ഒറ്റ വാക്കേ മറുപടി പറഞ്ഞുള്ളൂ, സിനിമ കിട്ടിയാ ഞാൻ പോകട്ടെ അച്ഛൻ. അതങ്ങനെ ഒരു സംഭവം ഉണ്ട്. അതായത് വൈകിട്ട് അപ്പാപ്പൻ ഉണ്ടെങ്കിൽ ഞങ്ങൾ വീട്ടിലെപ്പോഴും അപ്പാപ്പന്റെ ഒപ്പം ഞങ്ങൾ ഒരുമിച്ച് റൗണ്ടൊക്കെ അടിക്കും. ആ സമയത്ത് ഞങ്ങൾ ക്രൈസ്റ്റ് കോളേജിന്റെ മുന്നിൽ ഇങ്ങനെ പോണ സമയത്ത് അപ്പാപ്പൻ പറയും, ഇന്നു ഞങ്ങൾക്ക് 2 പേർക്കും ഈ ക്രൈസ്റ്റിൽ പഠിക്കാൻ ഭാഗ്യം ലഭിച്ചിട്ടില്ല, നീ എങ്കിലും പഠിച്ച് കയറിക്കോളോടാ എന്ന് പറയാറുണ്ട്. ഓക്കെ. ഇന്നു, അപ്പം ഞാനൊരു കാര്യം പറയട്ടെ. ഒരു ഓണക്കാലമാണ്. അപ്പം അപ്പാപ്പനുമായിട്ട് നല്ലൊരു ഓണക്കാലത്തെ എന്തെങ്കിലും ഒരു ഓർമ്മകളോ എന്തെങ്കിലും ഒന്ന് ഷെയർ ചെയ്യാനുണ്ടാവോ? അപ്പാപ്പൻ ഓണക്കാലത്തൊക്കെ നമ്മുടെ വീട്ടിൽ തന്നെ ഉണ്ടാവും. ആ സമയങ്ങളിൽ ഷൂട്ടും കാര്യങ്ങളൊന്നും അപ്പാപ്പൻ ഏൽക്കില്ല. ഞങ്ങൾ ഒരുമിച്ച് സദ്യയൊക്കെ ഉണ്ണും. ഒരു ആഘോഷം തന്നെയായിരുന്നു. അപ്പാപ്പ ഉള്ളപ്പോ വീട്ടില് വളരെയധികം ഒരു സന്തോഷവും ആ ഒരു അപ്പാപ്പന്റെ തമാശകൾ ശരിക്കും ഇപ്പോഴാണ് അപ്പാപ്പനെ ശരിക്കും ഞാൻ മിസ് ചെയ്യുന്നത്. കാരണം കോളേജ് എന്നൊക്കെ പറയുമ്പോൾ കുറെ പഠിത്തത്തിന് അവിടെ വലിയ ഇമ്പോർട്ടൻസ് ഇല്ല. ഫുള്ള് അടിച്ചുപൊളി. പിന്നെ ഓരോ പരിപാടികൾ വരുമ്പോൾ അതിന്റെ വർത്തമാനങ്ങളൊക്കെ ആയിട്ട് എനിക്ക് കുറെ കാര്യങ്ങളൊക്കെ അപ്പാപ്പനോട് ഇങ്ങനെ ഷെയർ ചെയ്യാൻ കഴിയുമായിരുന്നു. ഇപ്പൊ അപ്പാപ്പൻ എന്റെ കൂടെ ഉണ്ടായിരുന്നെങ്കിൽ. അങ്ങനെ പറഞ്ഞത് കൊണ്ട് ഞാനൊരു കാര്യം പറയട്ടെ. ഇപ്പം എനിക്ക് മനസ്സിലായി, ഇനി ഒരുപാട് അപ്പാപ്പനെ മിസ് ചെയ്യുന്നുണ്ട്. ഒരു ഓണക്കാലം കൂടെയാണ്. മിസ് ചെയ്യുന്നുണ്ട് എന്ന് പറഞ്ഞതുകൊണ്ട് ഈ ഒരു ഓണക്കാലത്ത് ഞങ്ങളൊരു കുഞ്ഞു സമ്മാനം തരട്ടെ. ഇന്നൂന് ഒരു സർപ്രൈസ് ഞങ്ങൾ ഇവിടെ വെച്ചിട്ടുണ്ട്. പ്ലീസ് വാ. വിങ്ങും നെഞ്ചുടുക്കിൽ തിരയാ താളമില്ല, നിന്നെ ചായുറക്കാൻ മതിയാം രാഗമില്ല. ഞാനാം പൂമരത്തിൽ വളരും കുഞ്ഞുമൊട്ടെ, മെല്ലെ പൂവിടു നീ
വസന്തം കാത്തിരിപ്പൂ. മലയാളികളുടെ മുഴുവൻ ഒരു നഷ്ടമാണ്. പക്ഷേ ഭയങ്കര വീഡിയോ ആയിട്ടാ. ഒരുപാട് സന്തോഷം. ഇന്നൂന് ഇപ്പം അപ്പച്ചനെ കെട്ടിപ്പിടിക്കണം എന്ന് തോന്നില്ലേ? ഞങ്ങൾ അതിനൊന്ന് ശ്രമിക്കട്ടെ. ഓക്കെ, ഒന്ന് കണ്ണടച്ചോ. ഇന്നും നീ പേടിക്കണ്ടടാ, ദേ ഞാൻ എത്തി. ഞുണുക്ക് വിദ്യകളാൽ മാടപ്രാപിട പോലെ കുരുക്കിലാക്കണം. ഇനി എന്താ ചെയ്യണ്ടേന്ന് ഞാൻ പറഞ്ഞില്ലടാ. പൊട്ടപ്പെട്ട നോക്കടാ, തുടുത്ത പുങ്കവിളിൽ നനുത്ത പുഞ്ചിമിഴിൽ മുത്താരം മുകിലാരം മുത്തമേകണം. ഇനിയുള്ളത് ഞാൻ പറഞ്ഞു തരില്ല, നീ എന്താന്ന് വെച്ചാൽ ആലോചിച്ച് മതി. പിച്ചിയും തെച്ചിയും ചേട്ടാ അടിപൊളിയായിട്ടില്ല. എന്താ ഇന്നൂന് സുഖമല്ലേ? സുഖം. ഇന്നു ഞാനൊരു കാര്യം പറയട്ടെ, നല്ലോണം ഒന്ന് കെട്ടിപ്പിടിച്ചേ. എന്നിട്ട് ഞാനൊരു കാര്യം പറയാം. അപ്പച്ചനെ ഫീൽ ചെയ്യുന്നുണ്ടോ? ശരിക്കും അതിനൊരു റീസൺ കൂടെ ഉണ്ട്. അത് എന്താണെന്ന് ചേട്ടൻ പറയും. ഞാൻ ഈ ഇട്ടിരിക്കുന്ന ജിബ്ബ ഇന്നൂന്റെ അപ്പാപ്പന്റെയാ. അതെ. അതായത് ഞാൻ ഒരു TV പരിപാടിക്ക് അദ്ദേഹത്തോടൊപ്പം ചെയ്യേണ്ടി വന്നു. അപ്പൊ ഞാൻ അദ്ദേഹത്തോട് ഞാൻ വെറുതെ തമാശക്ക് ഞാൻ പറഞ്ഞു, സാറിന്റെ ഈ ജുബ്ബ ഒരെണ്ണം കിട്ടിയിരുന്നെങ്കിൽ എനിക്ക് സ്റ്റേജിൽ പറയാം, ഇത് യഥാർത്ഥത്തിൽ ഇന്നസെന്റ് സാർ ഉപയോഗിക്കുന്ന ജുബ്ബയാണ് ഞാൻ ഇട്ടിരിക്കുന്നത്, പറയാമെന്ന് പറഞ്ഞു. ഒരാഴ്ച കഴിഞ്ഞു എന്നോട് ഇന്നൂന്റെ അപ്പൻ സോണറ്റ് ചേട്ടൻ മെസ്സഞ്ചറിൽ എന്നോട് പറഞ്ഞു അഡ്രസ്സ് അയക്കാൻ പറഞ്ഞു. ഞാൻ അഡ്രസ്സ് അയച്ചു. പിന്നെ ഒരാഴ്ച കഴിഞ്ഞപ്പോഴും കൊറിയറിൽ എനിക്കൊരു 5 ജുബ്ബ അയച്ചത്. അതിലൊന്നാണ് ഇത്. അങ്ങനെ ഞാൻ അത് മാറി മാറിയിട്ടാണ് ഇപ്പോഴും സ്റ്റേജിൽ പ്രോഗ്രാം ചെയ്യുന്നത്. ശരിക്കും ആ സൈഡും ഒക്കെ എല്ലാം അപ്പാപ്പന്റെ പോലെ. അതെ, അപ്പാപ്പൻ തന്നെ. അങ്ങനെ വിചാരിച്ചു. ജോബേട്ടനെ പോലെ ഒരുപാട് ആർട്ടിസ്റ്റുകളുണ്ട്. അത് മാത്രമല്ല, മലയാളികൾക്ക് ഇഷ്ടപ്പെട്ട ഒരുപാട് സിനിമകളിലൂടെ ഇനിയും ഇന്നസെന്റ് സാർ ജീവിക്കും തീർച്ചയായിട്ടും. ഷാജോൻ ചേട്ടാ, എന്താണ് ഈ സമയത്ത് പറയാനുള്ളത്? ഒരുപാട് സന്തോഷം ഇന്നുവിനെ ഇവിടെ കണ്ടതിൽ. ഇതുപോലൊരു വേദിയിൽ മലയാള സിനിമയിലേക്ക് പിന്നു വന്നിരിക്കുകയാണ്. ഒരുപാട് സന്തോഷത്തോടെ നമ്മുടെ ഈ വലിയ കുടുംബത്തിലേക്ക് ഇന്നുവിനെ സ്വാഗതം ചെയ്യുകയാണ്. എനിക്ക് ഒന്ന് ഇന്നസെന്റ് എന്നൊരു പേര് കേട്ട് കഴിഞ്ഞാൽ മലയാള സിനിമയിൽ ഒരു വലിയ വിഭാഗം എഴുന്നേറ്റ് നിന്ന് ബഹുമാനിക്കുന്ന ഒരാളാണ് ഇന്നുവിന്റെ അപ്പാപ്പൻ എന്ന് പറയുന്നത്. ഇന്നുവിനും അതേപോലെ തന്നെ ഒരു വലിയ സ്ഥാനത്തേക്ക് എല്ലാവരും ഇഷ്ടപ്പെടുന്ന ഞാൻ ഒരുപാട് മുൻപ് തന്നെ പറഞ്ഞിട്ടുണ്ട്, ഇന്നസെന്റ് ചേട്ടൻ ഒരു സിനിമയിലുണ്ടെന്നുണ്ടെങ്കിൽ ആ സിനിമ എത്ര മോശമാണോ എത്ര നല്ലതാണോ എന്നുള്ളതല്ല, ഇന്നസെന്റ് ചേട്ടനുള്ള ഭാഗം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ വളരെയധികം നമ്മൾ എൻജോയ് ചെയ്യും. വേറൊന്നും നമ്മൾ അതിനെപ്പറ്റി ചിന്തിക്കുക. അത്രയധികം പോസിറ്റീവ് വൈബുള്ള ഒരാളായിരുന്നു ഇന്നുവിന്റെ അപ്പാപ്പൻ. ഇന്നുവിനെ അറിയായിരിക്കുമല്ലോ. അപ്പൊ അതേപോലെ എല്ലാവരാലും ബഹുമാനിക്കപ്പെടുന്ന, എല്ലാവരാലും സ്നേഹിക്കപ്പെടുന്ന ഒരു വലിയ ആളാവാൻ ഇന്നുവിനെ ദൈവം അനുഗ്രഹിക്കട്ടെ എന്ന് ഞാൻ ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കുന്നു. നന്നായിട്ട് ഹാർഡ് വർക്ക് ചെയ്യണം. അപ്പാപ്പൻ എന്നും ഒരു നല്ല പേര് കൊടുക്കുന്ന നല്ലൊരു ആളായിട്ട് എന്നും മലയാള സിനിമയിൽ ഉണ്ടാവട്ടെ കേട്ടോ. ഓൾ ദി ബെസ്റ്റ്. ശ്വേത ചേച്ചി, എൻ്റെ ആദ്യത്തെ പടം, ആദ്യത്തെ സീൻ ഇന്നസെന്റ് അങ്കിളുടെ കൂടെയാണ്, അനശ്വര മൂവി. അപ്പോൾ അതൊക്കെ ഓർമ്മ വന്നു. പിന്നെ ഫാമിലി പരമായ ഭയങ്കര ക്ലോസ് ആണ് ആലിസ് ആന്റിയും ഇന്നസെന്റ് അങ്കിളും. ഇവരെല്ലാം ചെറിയ കുഞ്ഞാവുമ്പോൾ ഞാൻ കണ്ടതാ. ഭയങ്കര സന്തോഷമുണ്ട്. ആൻഡ് ഇന്നസെന്റ് പേര് മാത്രമല്ല, ഒരു ഇന്നസെന്റ് അങ്കിളുടെ ആ എല്ലാം സ്വഭാവം, എല്ലാം രീതിയും, ക്യാരക്ടർ എല്ലാം അങ്ങനെ തന്നെ കിട്ടട്ടെ. അനുഗ്രഹിക്കുകയാണ്. ഗോഡ് ബ്ലെസ് യു. ഇന്നു മോനെ, ഈ അങ്കിള് ആദ്യമായിട്ട് മിമിക്രിയിലേക്ക് വരുന്നത് അപ്പാപ്പന അനുകരിച്ചുകൊണ്ടാണ്. ഇന്നസെന്റും ജഗതി ചേട്ടനെ അനുകരിച്ചുകൊണ്ടാണ് ഞാൻ ഏറ്റവും കൂടുതൽ കൈയ്യടി വാങ്ങിച്ചിരിക്കുന്നത്. പണ്ട് കാലങ്ങളിൽ ഞാൻ അറിയപ്പെട്ടിരുന്ന ജൂനിയർ ഇന്നസെന്റ് യൂസഫ് എന്ന് പറഞ്ഞായിരുന്നു. ആദ്യകാലങ്ങളിൽ ഞാൻ ചേർത്തല ജൂബിലെ കളിക്കണ സമയത്തൊക്കെ ഞാൻ ഏറ്റവും കൂടുതൽ അനുകരിച്ചുകൊണ്ടിരുന്നതും ഇന്നസെന്റിനെ ചേട്ടനായിരുന്നു. അപ്പൊ സത്യത്തില് അദ്ദേഹത്തിനോടുള്ള കടപ്പാടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പറഞ്ഞറിയിക്കാൻ വയ്യാത്തതാണ്. എന്നെ ഇന്നസെന്റിന് ചെയ്യാൻ പറ്റും എന്ന് എനിക്ക് പഠിപ്പിച്ച് തന്നിട്ട് എൻ്റെ മുടിയൊക്കെ ചരിച്ചീരി ഒരു ട്രൂപ്പിൽ വെച്ചിട്ട് ഒരു കണ്ണാടിയും വെച്ച് നിന്നിരുന്ന ഈ ഇന്നസെന്റ്
എന്നും പറഞ്ഞ് എന്നെ കയറ്റി വിട്ടത് യൂസഫിക്കാണ്. എന്റെ ആശാനാണ്. സ്വന്തം കഞ്ഞിയിൽ അല്ല അവനത് ഓർക്കുന്നുണ്ടോ എന്ന് അറിയാൻ വേണ്ടിയാണ് ഡോസ് കൊടുത്തത്. അല്ല പറയണമല്ലോ, ഞാനാണ് അവന് ഇന്നസെന്റ്. സത്യം, ഞാനൊരു ട്രൂപ്പ് ആലപ്പുഴയിൽ ഡയറക്റ്റ് ചെയ്യാൻ വേണ്ടി പോയപ്പോൾ അതിൽ എന്റെ ഗുരുനാഥനാണ്, മിമിക്രിയിലെ എന്റെ ഗുരുനാഥനാണ്. അതൊന്നുകൂടി വെച്ച പറഞ്ഞടാ. എന്റെ ഗുരുനാഥനാണ്. സന്തോഷമായി. അപ്പൊ തീർച്ചയായിട്ടും ശ്രീദേവി, ചേട്ടാ എനിക്ക് ഇമോഷണൽ ആയിട്ടുള്ള ഒരു അറ്റാച്ച്മെന്റ് എന്ന് പറഞ്ഞാൽ ഇന്നസെന്റ് ഏട്ടൻ എൻ്റെ റിലേറ്റീവ് ആണ്. അത് പുറത്ത് പറഞ്ഞിട്ടില്ല. ആലീസാൻറ്റി എൻ്റെ ഫാമിലി എന്നാണ്. പക്ഷെ ഇന്നസെന്റ് ഏട്ടൻ ഒരു വിഷുവിന് പറയാമെന്ന് പറഞ്ഞൊരു പ്ലാൻ ചെയ്തു, ഒരു സ്ക്രിപ്റ്റ്. അതായത് അമ്മേന്ന് ഞാൻ ഇറങ്ങിയപ്പോൾ ഞാനൊരു ചാരനെ ഫിറ്റ് ചെയ്തിട്ടാണ് ഇറങ്ങിയിരിക്കുന്നത്. ഇത് ഇനി മുതൽ നീ ആയിരിക്കും അവിടുത്തെ കാര്യങ്ങൾ എന്നെ അറിയിക്കണമെന്ന് പറയാം. അപ്പം ഞാൻ പറയുന്നതിൽ കാര്യമില്ലല്ലോ, ഞാൻ ഇന്നസെന്റ് ഏട്ടൻ്റെ ബന്ധം. അപ്പം ഇന്നസെന്റ് ഏട്ടൻ്റെ വായിന്ന് കേട്ടാൽ എല്ലാവർക്കും ഭയങ്കര ഒരു അത്ഭുതം, ഒരു എക്സൈറ്റ്മെന്റ് ആയിരിക്കും. പക്ഷേ അന്ന് അദ്ദേഹം ഹോസ്പിറ്റലായിരുന്നു. അതിനുശേഷം അങ്ങനെ ഒരു ഇരിക്കാൻ പറ്റിയില്ല എന്നുള്ളതാണ്. തിരിച്ചു വന്നില്ല ഇന്നസെന്റ് ഏട്ടൻ. അതെൻ്റെ എല്ലാ വിഷു വരുമ്പോഴും ഞാൻ ഏറ്റവും കൂടുതൽ മിസ് ചെയ്യുന്നത്. അതിപ്പോൾ ഞാൻ പറയാൻ കാരണം ഇന്നു ഉള്ളത് കൊണ്ടാണ്. ഇന്നുവിനറിയാം, ആലിസേച്ചി എൻ്റെ ഇളയപ്പൻ്റെ സിസ്റ്ററാണ്. അപ്പോൾ അത് പറയാൻ എനിക്ക് ഒരു ഓപ്പർച്യൂണിറ്റി ദൈവം തന്നില്ല. പക്ഷേ ഇതൊരു നല്ല ഓപ്പർച്യൂണിറ്റി ആയിട്ട് ഞാൻ വിചാരിക്കുന്നു. അതുകൊണ്ട് മാത്രം ഞാൻ ഷെയർ ചെയ്തതാണ്. കാരണം ഇന്നസെന്റ് ഏട്ടൻ്റെ വായിൽ നിന്ന് അത് വരണമെന്നായിരുന്നു എൻ്റെ ആഗ്രഹം. ഐ മിസ് യു ഇന്നസെന്റ് ഏട്ടൻ. തീർച്ചയായിട്ടും ടിനി ചേട്ടാ. അത് മാത്രമല്ല, കോമഡി മാസ്റ്റേഴ്സിന്റെ ഭാഗമായിട്ടുണ്ടായിരുന്നു ഒരുപാട് തവണ ഇന്നസെന്റ് ഏട്ടൻ. അതുപോലെ തന്നെ മലയാളികളുടെ മനസ്സിൽ ഇന്നും മലയാള സിനിമ എത്ര കാലം ഉണ്ടോ അത്ര കാലം അദ്ദേഹം ഇങ്ങനെ ജീവിക്കും. അപ്പോൾ താങ്ക് യു സോ മച്ച് ഫോർ കമ്മിങ്. വലിയൊരു ജൂനിയർ ഇന്നസെന്റ് ആയിട്ട് അങ്ങ് വളരട്ടെ. ഓൾ ദി ബെസ്റ്റ്.